കൂട്ട്. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 19-ാം അധ്യായം 26-27 തിരുവചനങ്ങൾ. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്തു നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. കൂട്ടിനെ ഗൗരവമായിട്ടെടുത്ത ഒരാൾ നസറത്തിലെ ആ തച്ചനായിരുന്നു. ബുദ്ധ പാരമ്പര്യങ്ങളിലൊക്കെ നാം കാണുന്ന മൈത്രേയൻ എന്ന പദം ഈശോയ്ക്ക് നന്നായിട്ട് വഴങ്ങും. ഭൂമിയുടെ അതിരുകളിലേക്ക് തൻ്റെ സാർത്ഥവാഹക സംഘത്തെ അയക്കുമ്പോൾ 2 പേർ വീതം പോകണമെന്ന് നിഷ്കർഷിച്ച് പ്രായോഗികമായിട്ട് ചിന്തിക്കുമ്പോൾ അതങ്ങനെയല്ല വേണ്ടത്. 70 ഇടങ്ങളിലേക്ക് പോകേണ്ടവർ 35 ഇടങ്ങളിലേക്ക് ചുരുങ്ങുകയാണ്. നേട്ടം, വിജയം എന്നിവയേക്കാൾ പ്രധാനമാണ് ഒരാൾക്ക് കൂട്ടുണ്ടായിരിക്കുക എന്നതെന്ന് ആ തച്ചനറിയാം. ജീവിതത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ കൂട്ടില്ലാത്തവരോടൊപ്പമായിരുന്നു. അങ്ങനെയാണ് ചുങ്കക്കാരുടെയും ഗണികകളുടെയും കൂട്ടുകാരനെന്ന ചീത്തപ്പേരുമുണ്ടായത്. ഓരോരോ അത്ഭുതങ്ങളുടെ തീർത്ഥപടവുകളിൽ ഉപേക്ഷിക്കപ്പെട്ടവരുടെ സങ്കടം അതാണെന്നും അയാൾക്കറിയാം. ജലമിളകുമ്പോൾ എന്നെ തീർത്ഥത്തിലേക്ക് കൊണ്ടുപോകുവാൻ എനിക്കൊരു സുഹൃത്തില്ല. മടങ്ങിപ്പോകുമ്പോൾ പോലും ശ്രദ്ധിച്ചത് അതായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നിട്ടും ഇനി മുതൽ ഒറ്റയാകാൻ പോകുന്ന 2 പേർ, മേരിയും ജോണും. അമ്മയും മകനുമായി അവരെ ജ്ഞാനസ്നാനപ്പെടുത്തുക വഴി സനാതനമായൊരു കൂട്ടിനെ രൂപപ്പെടുത്തി. ഏകാന്തതയായിരുന്നു നരജന്മത്തിൻ്റെ ആ പുരാതന ദുഃഖം. മനുഷ്യൻ ഏകനാണെന്ന് ദൈവം കണ്ടു. ഋജുവായ പരിഹാരം മറ്റൊരു മനുഷ്യനാണ്. അങ്ങനെയാണ് അയാൾക്ക് വേണ്ടി ഒരു കൂട്ടുകാരിയെ മെനഞ്ഞത്. ശാശ്വത ശമനമൊന്നുമല്ല അത്. ഒരുമിച്ചായിരിക്കുമ്പോഴും പിന്നെയും ഒറ്റയ്ക്കാവും എന്ന തലവരെയെക്കുറിച്ച് വൈകാതെ അവർ കുറെ കൂടി ബോധവാന്മാരാവും. ദൈവവും ഏകാന്തതയുടെ കയ്പ് ഒരുപക്ഷെ അറിഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ ദൈവത്തിന് എന്തിൻ്റെ കുറവാണുള്ളത്? ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ 5-ാം ദിവസം അന്തിയിൽ മനുഷ്യനെന്ന ആ അശുജന്മമൊഴികെ എല്ലാം ഈ പ്രപഞ്ചത്തിലുണ്ടായിരുന്നു. എന്നിട്ടും ദൈവത്തിൻ്റെ ശൂന്യതയുടെ പാനപാത്രം നിറയ്ക്കുവാൻ മനുഷ്യനെന്ന സദാ നുരയുന്ന വീഞ്ഞു വേണ്ടിയിരുന്നു. അതായിരുന്നു 6-ാം ദിനത്തിലെ കണ്ടെത്തൽ. സ്വയം ചവിട്ടി കാലുവെന്ത ഒരു കനലായതുകൊണ്ടാവണം സദാ മനുഷ്യൻ്റെ ഏകാന്തതയിലേക്ക് തുറന്നിട്ട നിറമിഴികളുണ്ടായിരുന്നു ഈശോയ്ക്ക്. വിധവകളോടുള്ള അവൻ്റെ പ്രത്യേക കരുതൽ പുതിയ നിയമത്തിൻ്റെ ഒരു അന്തർധാരയാണ്. 38 വർഷമായി സൗഖ്യതീർത്ഥത്തിൻ്റെ പടവുകളിൽ ഒറ്റയ്ക്ക് കിടന്ന ഒരാളെ തേടിയുള്ള ഈശോയുടെ വരവ് വ്യക്തമായ ചിത്രമാണ്. മനുഷ്യനെ വിധിക്കുവാനായിട്ട് ദൈവം കരുതി വച്ചിരിക്കുന്ന 6 ചോദ്യങ്ങളിൽ 4 മനുഷ്യൻ്റെ ഏകാന്തതയിൽ നിങ്ങൾ എന്തു ചെയ്തുവെന്ന അന്വേഷണമാണ്. പരദേശിക്ക് തണലും നഗ്നനുടുപ്പും രോഗിക്ക് സാന്ത്വനവും കാരാഗ്രഹവാസിക്ക് സൗഹൃദവും കൈമാറാതെ പോയ നിമിഷങ്ങളാണ്. ഇങ്ങനെയാണ് തടവറ കൊടിയ ശിക്ഷയാണെന്നൊരു പരിഷ്കൃത സമൂഹം നിശ്ചയിച്ചെടുത്തത്. ഒരുമിച്ചായിരിക്കുന്നവരെ ഒറ്റയായി നിലനിർത്തുക എന്നതിനേക്കാൾ ഹൃദയത്തെ വലിച്ചു കീറുന്ന മറ്റെന്തുണ്ട്? ഈ നോമ്പുകാലത്തിൻ്റെ ഒരു ധ്യാന വിഷയമെന്ന് പറയുന്നത് അപരൻ്റെ ഏകാന്തതയോട് നിങ്ങൾ എങ്ങനെയാണ് ഇടപഴകാൻ പോകുന്നു എന്നുള്ളതാണ്. നമ്മുടെ ചെറിയ വൃത്തത്തിലെങ്കിലും ഒറ്റയാവാതിരിക്കാൻ ആരെയും അനുവദിക്കില്ല എന്നൊരു ശാഠ്യം നാം ഒക്കെ പുലർത്തേണ്ടിയിരിക്കുന്നു. കൂടുതൽ വിമലീകരിക്കപ്പെട്ട അടയാളങ്ങൾ കൊണ്ട് നിങ്ങൾ ഒറ്റയല്ലെന്ന് നമ്മുടെ പരിസരങ്ങളോട് നിശബ്ദമായി നമുക്ക് മന്ത്രിക്കേണ്ടിയിരിക്കുന്നു. ഒരെഴുത്തുകാരനെക്കുറിച്ച് വായിച്ചതുപോലെ മലമുകളിലുള്ള തൻ്റെ അവധിക്കാല വസതിയിൽ കുറച്ചു കാലം ചെലവഴിച്ചിട്ട് മടങ്ങിപ്പോകുമ്പോൾ താഴ്വാരങ്ങളിലുള്ള വൃദ്ധയോട് ഒന്ന് നന്ദി പറയുവാൻ ചെന്നതായിരുന്നു അയാൾ. പെട്ടെന്ന് ആ വയോധികയുടെ മുഖം മങ്ങി. പിന്നെ പറഞ്ഞു, വലിയൊരാശ്വാസമായിരുന്നു ഓരോ രാത്രിയിലും നിങ്ങൾ ഉമ്മറത്ത് തൂക്കിയ ആ വിളക്ക്. ഇവിടെ നിന്ന് കാണുമ്പോൾ ഒറ്റയല്ല ഞാൻ എന്നൊരു തോന്നൽ. അയാളുടെ കണ്ണു നിറഞ്ഞു. ഓരോ രാവിലും തൻ്റെ ഉമ്മറത്ത് ആ റാന്തൽ തെളിച്ച് തൂക്കുവാൻ ഒരാളെ ഏൽപ്പിച്ചിട്ടാണ് ആ ഒഴിവ് കാലത്തിന് ശേഷം അവിടം വിട്ടു പോകുവാൻ അയാൾ ശ്രമിച്ചത്. സ്ത്രീ പുരുഷ സൗഹൃദങ്ങളെ അനുഭാവമില്ലാതെ കാണുന്ന കെട്ടകാലമാണിത്. നിഷ്കളങ്കവും സുഗന്ധപൂരിതവുമായ അത്തരം സൗഹൃദങ്ങൾ ഭൂമിയിൽ എല്ലായിടത്തുമുണ്ട്. നോക്കണം,
നിറഞ്ഞ വെള്ളപ്പൂക്കൾ വിരിഞ്ഞ വഴികളിലൂടെ ഫ്രാൻസിസ് ക്ലാരയെ കാണുവാൻ പോകുന്നത്. ഈശോയാണ് മാതൃക. തൻ്റെ സ്നേഹിതകളുമൊത്ത് പൊതുവിടങ്ങളിൽ വ്യാപരിക്കുവാൻ ധൈര്യപ്പെട്ടു ആ ചെറുപ്പക്കാരൻ. മറിയത്തെ അമ്മയായി സ്വീകരിക്കുന്നത് വഴി ആ മകൻ എന്ത് സംഭവിച്ചുവെന്ന് വായിച്ചെടുക്കുമ്പോഴാണ് പരിശുദ്ധയമ്മ ഉണ്ടാക്കുന്ന വ്യത്യാസം നമുക്ക് വെളിപ്പെട്ടു വരുന്നത്. 2 ദിവസം അവളോടൊപ്പം പാർത്തപ്പോൾ സംഭവിച്ചത് ഇങ്ങനെയാണ്. ഈസ്റ്റർ പുലരിയിൽ കല്ലറ ശൂന്യമെന്ന് കണ്ട് സ്ത്രീകൾ പരിഭ്രാന്തിയോടെ ഓടിയെത്തുന്നുണ്ട്. അതിൻ്റെ പൊരുൾ അതറിയാവുന്ന യോഹന്നാനും പത്രോസും സമാധിയിലേക്ക് ഓടിപ്പോകുന്നു. ആദ്യം ഓടിയെത്തിയത് യോഹന്നാൻ തന്നെ. ക്രിസ്തു മരിക്കുന്നതിന് 18 മണിക്കൂർ മുമ്പ് പോലും തങ്ങളിൽ ആരാണ് വലിയവർ എന്ന് തർക്കിച്ച ആളുകളാണിവർ. എന്നാൽ ഇനി യോഹന്നാന് അങ്ങനെ ആവുക സാധ്യമല്ല. അമ്മ മേരിയെ പരിചയിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ അയാൾ പിന്നാലെ എത്തിയ പത്രോസിന് വഴിമാറിക്കൊടുത്തു. വിനയപൂർവ്വം മാറി നിന്നു. അങ്ങനെ അയാളിൽ നിന്ന് ഈശോയെപ്പോലെ ഒരു മകൻ പിറന്നു. സ്നേഹമുള്ളവരെ, മറ്റൊരു ക്രിസ്തുവാകുവാനുള്ള വിളിയാണ് നാം ഓരോരുത്തരും സ്വീകരിച്ചിരിക്കുന്നത്. ഈ നോമ്പുകാലത്ത് നാമൊക്കെ ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതക്രമങ്ങളിൽ മനഃപരിവർത്തനം വരുത്തേണ്ട ഇടങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് മറ്റൊരു ക്രിസ്തുവായി എൻ്റെ ചെറിയ വലയങ്ങളിൽ പോലും ആരും ഒറ്റയാവാതിരിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. തകർന്നു പോകുന്നവനിലും ബന്ധിതനിലും പീഡിതനിലുമൊക്കെ ക്രിസ്തുവിൻ്റെ കരസ്പർശമാകുവാൻ നമ്മുടെ കരങ്ങളെ നീട്ടിക്കൊടുക്കാം. നോമ്പുകാലം അതിനുള്ള കാലമാക്കി നമുക്ക് മാറ്റാം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.